പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത് ഏവിയേഷൻ ഫീൽഡുകൾ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകും. വിമാനം പറപ്പിക്കുവാൻ, അല്ലേ, വിമാനത്തിൽ ക്യാപ്റ്റനായിട്ട് പോകുവാൻ, പൈലറ്റായി പോകുവാനൊക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ഉള്ള ആളുകളാണ്. ഇതിനെ പല ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. പക്ഷേ ബേസിക്കലി അതിന് മാത്തമാറ്റിക്സ് ഒരു ഫീൽഡ് തന്നെയാണ്. അതുകൊണ്ട് +2 സയൻസ് എടുത്തു കഴിഞ്ഞ ആളുകൾക്ക് വിത്ത് ഫിസിക്സും മാത്സും ഒരു പേപ്പറായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ശേഷം നമുക്ക് പല മേഖലകളിലൂടെ എന്ത് ചെയ്യാം, പൈലറ്റ് സ്റ്റഡിയിലേക്ക് പോകാം. NDA വഴി പോകാം, ഇനി അതല്ലെങ്കിൽ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വഴി പോകാം, ഫ്ലൈയിങ് ക്ലബ്ബുകൾ വഴി പോകാം. ഒരുപാട് മേഖലയിലൂടെ നമുക്ക് പൈലറ്റ് ആവാൻ വേണ്ടിയിട്ട് പറ്റും. എനിവേ, താല്പര്യമുള്ള ആളുകൾക്ക് ഇതൊരു കരിയറായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലൊരുപാട് എൻട്രൻസുകളും പ്രിപ്പയർ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കൂടുതൽ റിസർച്ച് ചെയ്യുകയും ചെയ്യുക. സിമ്പിളായിട്ട് ഇതിനെ കാണാൻ വേണ്ടി പറ്റരുത്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ഒക്കെ എഴുതി പോകാൻ പറ്റുന്നതോ അതല്ലെങ്കിൽ പിന്നെ ഹൈ ലെവലിലുള്ള ഒരു ഫീസൊക്കെ കൊടുത്തു പോകാൻ പറ്റുന്ന ഒരു ഏരിയയാണ് പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.